ഇന്നാദ്യം കുട്ടനാട്ടിലേക്കാണ്. കുട്ടനാട്ടിലെ നാടൻ കള്ള് ഷാപ്പുകൾ രുചിയുടെ കാര്യത്തിൽ ഒരു വള്ളപ്പാട് മുമ്പിലാണ്. രുചി വൈവിധ്യങ്ങളിൽ സമ്പന്നമായ ഇത്തരം തനിനാടൻ ഷാപ്പുകൾ കുട്ടനാടിന്റെ ഉൾഗ്രാമങ്ങളിൽ ഒളിഞ്ഞിരിക്കുകയാണ്. ആറ്റുതീരത്തുള്ള 2 ഷാപ്പുകളിലേക്കാണ് രുചി തേടിയുള്ള ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടറിന്റെ യാത്ര. ഒപ്പം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു സംഗതിയും ഒരു ഷാപ്പിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ സസ്പെൻസിലേക്കാണ് മനീഷ് മഹിബാലിന്റെ യാത്ര. കുട്ടനാടിന്റെ നാടൻ രുചി തേടി ഇറങ്ങിയതാണ് സുഹൃത്തുക്കളെ. അപ്പോൾ കുട്ടനാട്ടുകാർ പറയുന്നു, സോഷ്യൽ മീഡിയ വൈറലാക്കിയ ദുബായ് ജോസിന്റെ സ്വന്തം അടിച്ചു കയറി വാ ഷാപ്പിലാണുള്ളത്. കണ്ണെത്തുന്ന നേരത്ത് ഞങ്ങൾ എൻ്റെ അമ്മയെ നോക്കിയിരുന്നേ. എണ്ണക്കറുപ്പുള്ള എൻ്റെ അമ്മ മുന്നാഴി നെല്ലും പറിച്ചോണ്ടും വന്നേ. അടിച്ചു കയറിവ എന്ന ഡയലോഗ് മാത്രമല്ല, അതേ തെങ്ങും അതേ വൈബും കുട്ടനാട് നടുഭാഗത്തെ ആറ്റുതീരം ഷാപ്പിൽ ഇപ്പോഴുമുണ്ട്. പൊന്നപ്പൻ ചേട്ടനും ഭാസ്കരൻ ചേട്ടനും ഉണ്ട്. ചേട്ടാ, ഞാനും ഉണ്ട്. നമ്മളെല്ലാം ഫുഡ് കഴിക്കുന്ന ഈ ഷാപ്പിൽ നിന്നാണ്. അത് ഇഷ്ടം പോലെ കൊഞ്ചും കരിമീനും എല്ലാം ആഹാരം ഞങ്ങൾക്ക് വൃത്തിയായി തരുന്ന ഷാപ്പാണ് ആറ്റുതീരം ഷാപ്പ്. ഭാസ്കര, എന്താ വെച്ചാ കള്ളോ കരിമീനോ കപ്പയോ എന്താ വെച്ചാ അടിച്ചു കേറി വാ. കാലത്ത് വീട്ടിൽ വന്ന് കുളി കഴിഞ്ഞ് കുപ്പായം മാറ്റി ഇറങ്ങിയതാ ഒന്ന് അടിച്ച് കയറാൻ. ആ ഡയലോഗ് ജലോത്സവം സിനിമയിലെ പ്രശസ്തമായ റിയാസ് ഖാൻ്റെ ഡയലോഗ്. അത് ഷൂട്ട് ചെയ്തത് ഈ ഭിത്തിയുടെ മുമ്പിൽ നിന്നാണ്. അന്ന് ഈ ഭിത്തി തേച്ചിട്ടില്ല. ഇപ്പം അതേ സ്പോട്ടിൽ അതേ ഡയലോഗ് ഓർത്ത് ഇന്ന് പറയാൻ പറ്റിയതിൽ ഞാൻ അഭിമാനം കൊള്ളും. അങ്ങൊരു വെട്ടവും കണ്ടേ എന്റെ കൊച്ചേട്ടൻ എന്താ വരാഞ്ഞേ. അങ്ങൊരു വെട്ടവും കണ്ടേ എന്റെ കൊച്ചേട്ടൻ എന്താ വരാഞ്ഞേ. അങ്ങൊരു വെട്ടവും മാഞ്ഞേ എന്റെ നെഞ്ചൊന്നു തേങ്ങിപ്പിടഞ്ഞേ. അങ്ങൊരു വെട്ടവും മാഞ്ഞേ എന്റെ നെഞ്ചൊന്നു തേങ്ങിപ്പിടഞ്ഞേ. തകതാര തകതാരതിത്തൈ താരാരാരോ തകതാര താര താരതിത്തൈ താരാരാരോ തകതക താര തകതാരതിത്തൈ താരാരാരോ തകതാര താര താരതിത്തൈ താരാരാരോ. ഈ ഷാപ്പിൻ്റെ പേര് ആറ്റുതീരം എന്നാണ്. 20 വർഷം മുമ്പ് ജലോത്സവം സിനിമ ഷൂട്ട് ചെയ്ത് ഇവിടെ വെച്ചാണ്. റജിസ്കാനുണ്ടായിരുന്നു. ഷൂട്ട് ചെയ്ത തെങ്ങൊക്കെയാണ് നിൽക്കുന്നത്. ഇവിടെ ആറ്റുതീരം വൈബ് അങ്ങനെ തന്നെയാണ്. ഇവിടെ വേറെ ചേഞ്ചുകളൊന്നും വരുത്തിയിട്ടൊന്നുമില്ല. ഇങ്ങനെയൊക്കെ തന്നെ പോകുന്നത്. പിന്നെ ഈ നടുഭാഗം ഭാഗത്ത് ആറ്റ് സൈഡിലാണ് ഈ ഷാപ്പ്. പടകാരം എന്നാണ് അറിയപ്പെടുന്നത്. നടുഭാഗത്തെ ആറ്റുതീരം ഷാപ്പിൽ നിന്നും വള്ളത്തിൽ ചമ്പക്കുളം നെടുമുടി വഴി ഞങ്ങൾ കൈനകരിയിലെത്തി. യൗവനയുക്തമായ കുട്ടനാടിൻ്റെ തനത് ഗ്രാമഭംഗി കണ്ണിറയെ കണ്ടുകൊണ്ടുള്ള യാത്ര. കുട്ടനാടിൻ്റെ ഹൃദയം ചുറ്റിയുള്ള യാത്ര. പുഞ്ചവയലുകളും കൈത്തോടുകളും ഇടത്തോടുകളും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഉൾനാടൻ ജലപാതയിലൂടെ ഗ്രാമീണ ജീവിതത്തിൻ്റെ തുടിപ്പുകൾ അറിഞ്ഞുകൊണ്ടുള്ള യാത്ര. കുട്ടനാടിൻ്റെ ഉള്ളറകളിൽ രുചിയുടെ മേളപ്പെരുക്കം തീർക്കുന്ന നിരവധി ഷാപ്പുകളുണ്ട്. അങ്ങനെ രുചി തേടി ഇറങ്ങുന്നവർക്ക് തനി നാടൻ വിഭവമൊരുക്കുന്ന ഒരു ഷാപ്പാണ് കൈനകരിയിലെ മാധവാസ്. വയലുകൾക്കറ്റത്ത് പമ്പയാറിന്റെ തീരത്താണ് ഈ ഗ്രാമീണ ഷാപ്പ്. അവിടെ കച്ചവട കണ്ണില്ലാത്ത കുട്ടനാട്ടിലെ ഗ്രാമീണരുടെ നിഷ്കളങ്കമായ സ്നേഹം കാണാം. കായൽ സമ്പത്തിന്റെ രുചി നിറച്ച അടുക്കളയിൽ കൈപുണ്യമാണ് രുചിരഹസ്യം. ഷാപ്പിലേക്ക് കയറിയപ്പോൾ തന്നെ തനി നാടൻ വിഭവങ്ങളുടെ മണം. ചെമ്പല്ലി, വരാല്, കോഴി, ബീഫ്, പന്നി തുടങ്ങി എല്ലാം ഒരുങ്ങുകയാണ്. ചേച്ചി, വേറെ എന്തൊക്കെയുണ്ട് ഇവിടെ? ഇവിടെ കുട്ടനാടൻ താറാവ്, ബീഫ്, പോർക്ക്, പിന്നെ പാലപ്പം, കപ്പ, പൊറോട്ട, പിന്നെ നല്ല നാടൻ ചെമ്മീൻ, കൊഞ്ച്, പിന്നെ വരാല്, കാരി, ചെമ്പല്ലി, പിന്നെ ഇതേ താറാവ്, നല്ല സൂപ്പർ താറാവ്, നല്ല കുട്ടനാടൻ താറാവ്. അത് നല്ല രീതിയിൽ ഇതേ കുരുമുളകും മസാലയും എല്ലാം ഇട്ട് നല്ല രീതിയിൽ പപ്പാസ് വയ്ക്കുന്ന കണക്ക് ആയിക്കൊണ്ടിരിക്കുന്നു.
അത് ഇപ്പം ഗസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുമല്ലേ, അവർക്ക് കൊടുക്കാനായിട്ട് എടുത്തുകൊണ്ടിരിക്കുവാണ്. പാചകമേറെയും വിറകടുപ്പിലാണ്. കപ്പ വേവിച്ചതും ചേമ്പ് പുഴുങ്ങിയതും മുളകരച്ച വരാലുകറിയും കരിമീൻ പൊള്ളിച്ചതും മപ്പാസും താറാവ് റോസ്റ്റും നാടൻ ഊണും കടുമാങ്ങ അച്ചാറും അങ്ങനെ സ്വാദിന്റെ പുതുമാനം നൽകും. നല്ല തലക്കറിയുള്ള ഷാപ്പാണ്. കുട്ടനാടിനെ സംബന്ധിച്ച് നല്ല കറിയുള്ള ഷാപ്പെന്ന് പൊതുവിൽ ആൾക്കാർ പറയുന്നുണ്ട്. എന്താണ് നല്ല കൂട്ടി കറക്കി കഴിക്കുന്നതുകൊണ്ട് എല്ലാവരും തലക്കറി തിരക്കി എല്ലാ ദിവസങ്ങളിലും വരുന്നുണ്ട്. തലക്കറിക്ക് നല്ല പിടിയാ ഇവിടെ, എല്ലാവരും തലക്കറി തിരക്കി അന്വേഷിച്ചു വരുന്നു. ഇങ്ങനെ ഒരുപാട് മധുര മനോഹര തീരങ്ങൾ കുട്ടനാടിന്റെ ഉള്ളറകളിലുണ്ട്. അവിടെയാണ് പ്രാദേശിക ചേരുവകളുടെ സമ്പൂർണ്ണ സമ്മിശ്രമായ കുട്ടനാട്ടിലെ പാചക രീതി. അവ നിങ്ങളെ കേരളത്തിന്റെ സമാനതകളില്ലാത്ത പാചക പാരമ്പര്യത്തിന്റെ ആനന്ദകരമായ യാത്രയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ കുട്ടനാടിന്റെ ആരാധകരെ അടിച്ച് കേറിവാ. ക്യാമറമാൻ ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ.